നമസ്കാരം. 140 മിഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. മേപ്പാടി ദുരന്തം അപകട സാധ്യത പരിശോധിച്ച ശേഷം മാത്രം തുരങ്ക നിർമ്മാണം തുടരുമെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം CPM നിലപാടിനെ വെട്ടിച്ച ദേശാഭിമാനി വാർത്ത പുറത്ത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കടുത്ത നടപടിയുമായി SP. പ്രിയദർശിനി പദ്ധതിക്കെതിരെ പ്രതിഷേധം. 4 ജില്ലകളിൽ നിന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. മേപ്പാടി ദുരന്തം അപകട സാധ്യത പരിശോധിച്ച ശേഷം മാത്രം തുരങ്ക നിർമ്മാണം തുടരുമെന്ന് മുഖ്യമന്ത്രി. വയനാട് മേപ്പാടിയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ തുരങ്ക നിർമ്മാണം തുടരുന്ന കാര്യത്തിൽ വിശദ അന്വേഷണത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. തുരങ്ക നിർമ്മാണം നടക്കുന്നതിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിലുണ്ടായതിലാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച കർശനമായ പാരിസ്ഥിതിക നിർദ്ദേശങ്ങൾ കരാറുകാർ പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ പ്രത്യേകം പരിശോധിക്കും. അപകട സാധ്യതകളെ കുറിച്ച് പൂർണ്ണമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക. കേന്ദ്ര പാരിസ്ഥിതിക വ്യവസ്ഥകളിൽ ലംഘനം നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെ 2 തരത്തിലുള്ള വിശദമായ അന്വേഷണങ്ങൾക്കാണ് മന്ത്രിസഭാ യോഗം ഉത്തരവിട്ടിരിക്കുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം CPM നിലപാടിനെ വെട്ടിച്ച ദേശാഭിമാനി വാർത്ത പുറത്ത്. വിഴിഞ്ഞം തുറമുഖത്തെ വിവാദ ഓഹരി ഇടപാടിനെ അനുകൂലിച്ച് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ വാർത്ത വന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. അദാനി MSC ഓഹരി ഇടപാടിനെതിരെ CPM രംഗത്ത് വന്നിരിക്കുകയാണ്. ജൂൺ 5-ന് പത്രം ഇതിനെ അനുകൂലിച്ച് റിപ്പോർട്ട് ചെയ്ത വിവരം പുറത്തു വന്നത്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനി പങ്കെടുത്തതായും 49% ഓഹരി വാങ്ങാൻ ലക്ഷ്യമിടുന്നതായും വാർത്തയിലുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച വിവരങ്ങൾ ജൂൺ 30-നാണ് പുറത്തു വന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഓഹരി കൈമാറ്റം LDF സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശവാദം ഉന്നയിച്ച പത്രത്തിനെതിരെ തോമസ് ഐസക് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖത്ത് അദാനി ഗ്രൂപ്പ് നടത്തുന്ന ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികൃതർക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കത്തയച്ചു. സംസ്ഥാന സർക്കാരുമായുള്ള മുൻകൂർ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് നീങ്ങുന്നതെന്നും ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കടുത്ത ജാഗ്രത കുറവുണ്ടായെന്നും അദ്ദേഹം ആരോപിച്ചു. ഉടമസ്ഥാവകാശമോ 25% മുകളിലോ ഓഹരി കൈമാറ്റം ചെയ്യുമ്പോൾ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥ അദാനി ഗ്രൂപ്പ് കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. അദാനി കമ്പനിയുടെ 49% ഓഹരി MSCക്ക് കൈമാറുന്ന വിവരം ജൂൺ 30-നാണ് പുറത്തു വന്നതെന്നും എന്നാൽ കരാറിലെ നഗ്നമായ ലംഘനം നടന്നിട്ടും മുഖ്യമന്ത്രിയും സർക്കാരും അറിഞ്ഞില്ലെന്ന് പറയുന്നത് ദുരൂഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ സുരക്ഷയും പൊതുതാൽപര്യവും മാനിച്ച് മാത്രമേ അനുമതി നൽകാനാവൂ എന്ന മാനദണ്ഡം ലംഘിച്ച അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തേടണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കടുത്ത നടപടിയുമായി SP. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് വാഹനം ഓടിച്ച ഡാൻസ് ഓഫ് സംഘത്തിലെ 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട DYSPക്ക് കീഴിലുള്ള ലഹരിവേട്ട സംഘത്തിലെ സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നിവർക്കെതിരെയാണ് ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പത്തനംതിട്ട SP ഓഫീസിന് സമീപത്ത് വെച്ചാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. നാട്ടുകാർ വാഹനം തടഞ്ഞതിനെ തുടർന്ന് 2 ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. ലഹരിക്കെതിരായുള്ള ഓപ്പറേഷൻ തൂഫാൻ നടപടികൾക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച പ്രിയേഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രിയദർശിനി പദ്ധതിക്കെതിരെ പ്രതിഷേധം. 4 ജില്ലകളിൽ നിന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കുന്നു. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ എന്നീ 4 തെക്കൻ ജില്ലകളിലാണ് ഇന്ന് സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായി സ്തംഭിച്ചത്. പുതിയ പദ്ധതി നടപ്പിലാക്കിയതോടെ ദൈനംദിന ചെലവുകൾക്ക് പോലുമുള്ള വരുമാനം ലഭിക്കാതെ സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ബസ് ഉടമകൾ ആരംഭിക്കുന്നു. യാത്രാ സൗജന്യത്തിൽ സ്വകാര്യ ബസ്സുകളെ കൂടി ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ അടിയന്തര നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും KBSCയുടെയും നേതൃത്വത്തിൽ വിവിധ താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്.